മാന്നാർ കൃഷിഭവന്റെ പരിധിയിലുള്ള കർഷകർക്ക് കൃഷിവകുപ്പിന്റെ വിവിധ പദ്ധതിയിലൂടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന്റെ വിതരണ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. മാന്നാർ കൃഷിഭവന്റെ പരിധിയിലുള്ള കർഷകർക്ക് കൃഷിവകുപ്പിന്റെ വിവിധ പദ്ധതികളിലൂടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന്റെ വിതരണോദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ജില്ലാ ഓഫീസറും അസിസ്റ്റന്റ് ജില്ലാ ഓഫീസറുകളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കൃഷിയുടെ ഒരു പ്രോഗ്രാമിന് ഇവിടെ വന്നത്. അത് തന്നെ ഒരു വലിയ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അസറ്റാണ്. അന്നത്തെ മീറ്റിങ്ങിൽ ഇവർ ഒന്നിച്ച് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഓണസദ്യയൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി. ഊന്നൽ കൊടുക്കുക, കാരണം വിഷരഹിതമായ പച്ചക്കറിയും ഒക്കെ എന്നാലും എല്ലാത്തിലും അഡൾട്രേഷനും മായവും കടന്ന ആഹാരങ്ങളാണ് നമ്മൾ കേരള യോഗത്തിൻ്റെ അധ്യക്ഷ വൈസ് പ്രസിഡന്റ് ശ്രീമതി സെലീന നൌഷാദ് ആദരപൂർവ്വ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ എന്താണെന്ന് അറിഞ്ഞൂടെ നമുക്കിതൊക്കെ അന്യം നിന്ന് പോയി. ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർക്ക് എത്രയും അടുക്കളയിൽ എത്രയും കുറച്ച് കയറാമോ അത്രയും നമ്മൾ, കാരണം ഒരുപക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് നമുക്ക് പഴയതുപോലുള്ള അതിനേക്കാൾ വലിയ തിരക്ക്. ഈ മൊബൈൽ താഴെ വെച്ചിട്ട് ഞങ്ങൾക്കും സമയമില്ല, നിങ്ങൾക്കും സമയമില്ല. കാരണം ഇപ്പം തന്നെ ഞാൻ ഇവിടെ മീറ്റിങ്ങിന് വന്നപ്പോൾ തൊട്ട് ആ മൊബൈലിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിൻ്റെ റിപ്ലൈക്കാണ് ശിവകുമാറിനെ താഴോട്ട് 800 രൂപ വിലയുള്ള കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ 500 രൂപ സർക്കാർ സബ്സിഡി കൊടുക്കുന്നു. 300 രൂപ നമ്മുടെ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ ഗുണഭോക്തൃ വിഹിതം അടച്ചതിന് ശേഷമാണ്. അപ്പം 30,000 രൂപ നമ്മൾ മുടക്കുന്നു, 50,000 രൂപ സർക്കാർ സബ്സിഡി തരുന്നു, മൊത്തം 80,000 രൂപ. അപ്പൊ 80,000 രൂപയുടെ നമ്മൾ ഓരോരുത്തരുടെ പൈസയാണിത്. ഒരു പൈസ അല്ലെങ്കിൽ ഒരു പൈസ നമ്മൾ ഇരിക്കുന്ന ആൾക്കാർ, ഈ വേദിയിൽ ഇരിക്കുന്ന ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പൈസയാണ് നമ്മൾ ഈ മേശപ്പുറത്ത് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതേ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്കൊരു നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിക്കൊണ്ട് ഇനി ഇത് വരും തുടർന്നുള്ള വർഷങ്ങളിൽ ഈ ഒരു പദ്ധതി അവരവരുടെ വീടുകളിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സർക്കാർ സംവിധാനമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. എല്ലാവർക്കും കൃഷി അറിയാം എങ്കിൽ പോലും ഞാൻ ജനറലായിട്ടുള്ള കാര്യം പറയുവാണ്. നമ്മൾ ഈ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒന്ന് നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം, പിന്നെ വെള്ളത്തിന്റെ ലഭ്യത വേണം. ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സൂസൻ തോമസ് പദ്ധതി വിശദീകരണം നടത്തി. യോഗത്തിന് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുത്തവർക്ക് മാന്നാർ കൃഷി ഓഫീസർ ഹരികുമാർ PC പോഷകത്തോട്ടം പച്ചക്കറി കൃഷി പരിശീലന ക്ലാസ് നയിച്ചു. പച്ചക്കറി വികസന പദ്ധതി പ്രകാരം 5,000 രൂപ പദ്ധതി ചെലവുള്ള ചെടിച്ചട്ടിയിലെ പച്ചക്കറി കൃഷി, 25 ചട്ടിയിൽ പോട്ടിംഗ് മിശ്രിതം, പച്ചക്കറി തൈകൾ ഉൾപ്പെടെ 1,250 രൂപ ഗുണഭോക്തൃ വിഹിതം അടച്ച കർഷകർക്ക് 3,750 രൂപ സബ്സിഡിയിൽ വിതരണം ചെയ്തു. 800 രൂപ യൂണിറ്റ് കോസ്റ്റുള്ള ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ, ജൈവവളം, ജൈവ കുമിൾ കീടനാശിനികൾ ഉൾപ്പെടെ 9 നടീൽ സാമഗ്രികളുള്ള പോഷകത്തോട്ടം കിറ്റ് 300 രൂപ ഗുണഭോക്തൃ വിഹിതം അടച്ച കർഷകർക്ക് 500 രൂപ സബ്സിഡിയോടെ വിതരണം ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത്ത് പഴവൂർ, അനീഷ് മണ്ണാരേത്ത്, ശാന്തിനി ബാലകൃഷ്ണൻ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുധീർ R, കൃഷി അസിസ്റ്റന്റ് ശ്രീകുമാർ S, കർഷകർ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന ഹോർട്ടികൾച്ചറൽ മിഷൻ RKY പദ്ധതി പ്രകാരം ചെറുകിട കൂൺ കൃഷി യൂണിറ്റ് ചെയ്യുന്ന കർഷകർക്ക് യൂണിറ്റ് 1-ന് 11,250 രൂപ സബ്സിഡി അനുവദിക്കുന്ന വിവരവും, പദ്ധതി പ്രകാരം കൂൺ കൃഷി പരിശീലനത്തിനും കൂൺ കൃഷി യൂണിറ്റ് ആനുകൂല്യത്തിനും താൽപ്പര്യമുള്ള കർഷകർ മാന്നാർ കൃഷിഭവനുമായി 25-ന് 5 മണിക്ക് ബന്ധപ്പെടണമെന്നും കൃഷി ഓഫീസർ അറിയിച്ചു. CDNet ന്യൂസ് മാന്നാർ.